ഈ മാസത്തെ ക്ഷേമ പെൻഷൻ 27 മുതൽ വിതരണം ചെയ്യും എന്ന് ധനകാര്യമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നു. ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ വാർത്താക്കുറിപ്പ് അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഒക്ടോബറിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ ഒക്ടോബർ 27 വിതരണം ചെയ്തു തുടങ്ങും. ഇതിനായി 812 കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു. 62 ലക്ഷത്തോളം പേർക്കാണ് 1600 രൂപ വീതം ലഭിക്കുന്നത് എന്നതുകൂടി നമ്മൾക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. 26.62 ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തും. അതായത് ഈ പെൻഷൻ വാങ്ങാൻ ഈ നിലയിൽ ഏതെങ്കിലും ബാങ്കുകളിലോ ഒന്നും കയറി ഇറങ്ങേണ്ടതില്ല. ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുകയും ഷീജ വിവരങ്ങളുമായി ചേരുന്നു. ഷീജ, വളരെ പ്രധാനപ്പെട്ട, എല്ലാവരും ഉറ്റുനോക്കുന്ന ഒക്ടോബറിലെ പെൻഷൻ എപ്പോൾ കിട്ടും എന്നുള്ളതൊരു വലിയ ആകാംക്ഷയോടെയുള്ള കാത്തിരിപ്പിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരമാണിത്. ഒക്ടോബർ 27 മുതൽ അല്ലേ വിതരണം? തീർച്ചയായും ഒക്ടോബറിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ ഒക്ടോബർ 27 മുതൽ വിതരണം ആരംഭിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ധനവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇതിനായി 812 കോടി രൂപ അനുവദിച്ചു എന്നുള്ള കാര്യമാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുന്നത്. 62 ലക്ഷത്തോളം ഗുണഭോക്താക്കളാണ് സംസ്ഥാനത്ത് 1500 രൂപ വീതമുള്ള ഈ പെൻഷൻ കൈപ്പറ്റുന്നത്. ഇത് രണ്ട് രീതിയിലാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക. 26.62 ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിലായിരിക്കും തുക എത്തുക. മറ്റുള്ളവർക്കാകട്ടെ സഹകരണ ബാങ്കുകൾ വഴി സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥർ അവരുടെ വീടുകളിൽ എത്തി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കൈമാറുന്നതായിരിക്കും. ഇതിൽ 8.46 ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം അതുകൂടി സംസ്ഥാന സർക്കാരാണ് നൽകുന്നത്. കേന്ദ്രവിഹിതം കുടിശ്ശികയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ അതിനാവശ്യമായ 24.21 കോടി 300-ൽ പരം കോടി രൂപ കുടിശ്ശികയാണ് കേന്ദ്രം കേരളത്തിന് ആ ഇനത്തിൽ നൽകേണ്ടതുണ്ട്. ഇപ്പോൾ വാർദ്ധക്യകാല പെൻഷൻ തുച്ഛമാണ്, 200-300 രൂപ വീതമാണ്. അതും കുറച്ച് ഗുണഭോക്താക്കളെ കേന്ദ്രം ആ ലിസ്റ്റിൽ പെടുത്തിയിട്ടുള്ളൂ. അതുപോലെ തന്നെ വിധവ പെൻഷൻ അങ്ങനെയൊക്കെയുള്ളതിൽ 300-200 രൂപയാണ് കേവലം നൽകുന്നത്. അത് തന്നെ വർഷങ്ങളോളം കുടിശ്ശികയാക്കിയിട്ടുണ്ട്. അത് ഏതാണ്ട് 300-ൽ പരം കോടി രൂപ കൂടിയുണ്ട്. ഷീജ, രീതിയിലാണ് അത്തരത്തിൽ കുടിശ്ശിക നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കേന്ദ്രം നൽകേണ്ട തുക കൂടി സംസ്ഥാനത്തിന്റെ കയ്യിൽ നിന്ന് ഇട്ടുകൊണ്ട് ഈ പെൻഷൻകാരുടെ കൈകളിലേക്ക് എത്തിക്കുന്നത്. ആ തുക അങ്ങനെ ഷീജ, ഇത് UDF-നെ കൂടുതൽ അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു വാർത്ത കൂടിയായി മാറുന്നില്ലേ? കാരണം കഴിഞ്ഞ ദിവസം UDF കൺവീനർ പറഞ്ഞത് ഈ ക്ഷേമ പെൻഷൻ കേന്ദ്ര സർക്കാരിന്റെ സമീപനം കൊണ്ട് ഇടക്കാലത്ത് കുടിശ്ശിക വരുത്തിയിരുന്നു, കുടിശ്ശികയായി പോയിരുന്നു. അതടക്കം പരിഹരിച്ച് ഒരു മാസത്തെ പോലും കുടിശ്ശികയില്ലാതെ ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ 60 ലക്ഷം പേർക്ക് ഈ പറഞ്ഞ 1600 രൂപ ഒക്ടോബറിൽ തന്നെ 27 ഈ മാസം തീരും മുമ്പ് തന്നെ കൊടുക്കുന്നു. സ്വാഭാവികമായും ഈ ക്ഷേമ പെൻഷൻ തുക കൂടുമോ എന്ന വലിയ ചർച്ച നടക്കുന്നു. മാധ്യമങ്ങൾ പലപ്പോഴും വാർത്ത ആക്കിയപ്പോൾ തന്നെ UDF കൺവീനർ പറഞ്ഞത് അത് ശുദ്ധ മര്യാദകേടാണ് എന്നാണ്. സ്വാഭാവികമായും ഒക്ടോബറിലെ പെൻഷൻ ഒക്ടോബറിൽ തന്നെ കൊടുക്കുന്നത് UDF-നെ അസ്വസ്ഥതപ്പെടുത്താൻ വലിയ സാധ്യത കാണുന്നുണ്ട്. തീർച്ചയായും ശരത്, അത് UDF-നെ അസ്വസ്ഥതപ്പെടുത്തുമെന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കമില്ല. കാരണം വലിയ തോതിലുള്ള ചർച്ചകൾ ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ പെൻഷൻ കൂട്ടുമോ എന്നത് സംബന്ധിച്ചൊക്കെ നടക്കുകയാണ്. ഇത് പെൻഷൻ കൂട്ടുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു തിരിച്ചടിയാകുമല്ലോ എന്നുള്ളൊരു വിലയിരുത്തലാണ് UDF-നുള്ളത്. കാരണം UDF-ന്റെ കാലത്ത് 18 മാസത്തോളം കുടിശ്ശികയായിരുന്നു. ആ കുടിശ്ശികയടക്കം LDF സർക്കാർ വന്നതിന് ശേഷമാണ് വീട്ടുന്നതും. അതിനുശേഷം എല്ലാ മാസവും കൃത്യമായി അതാത് മാസത്തെ പെൻഷൻ എന്ന രീതിയിലേക്ക് ഉള്ളൊരു മാറ്റം അതടക്കം LDF സർക്കാരിന്റെ കൊണ്ടുവന്ന ഒരു മാറ്റമാണ്. അത് ആ രീതിയിൽ തന്നെ തുടരുവാനും സാധിക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ കൃത്യമായ രീതിയിൽ തന്നെ ഓരോ മാസവും പെൻഷൻ ലഭിക്കുന്നത് അത് UDF-നെ അസ്വസ്ഥമാക്കുന്നതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. കാരണം അത് അവർക്ക് തിരിച്ചടിയാകുമോ എന്നുള്ളൊരു ഭയം, അതാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങളടക്കം അടൂർ പ്രകാശിന്റെ ഭാഗത്തു നിന്നടക്കം വന്നത് എന്നുള്ളതിൽ തർക്കമില്ല. ശരത്, ശരി, ഷീജയാണ് വിശദാംശങ്ങൾ നൽകിയത്. അതായത് ഈ മാസം 816 കോടിയാണ് ഇപ്പോൾ ഇതിനായി വകവെച്ചിട്ടുള്ളത്. അങ്ങനെ നോക്കിയാൽ അതായത് ഈ സർക്കാരിൻ്റെ കാലത്ത് 2021 മുതൽ 43,653 കോടി രൂപയാണ് ആകെ ഇതുവരെ ക്ഷേമ പെൻഷൻ 1600 രൂപ വീതം എല്ലാ മാസവും 60 ലക്ഷം പേർക്ക് കൊടുക്കാൻ വേണ്ടി ഈ സർക്കാർ ചെലവഴിച്ചിട്ടുള്ളത്. 2016 മുതൽ 21 വരെയുള്ള ഒന്നാം പിണറായി സർക്കാരിൻ്റെ കണക്കുകൾ അത് ഏതാണ്ട് 35,000 കോടിയാണ്. അതായത് ഈ സർക്കാരിൻ്റെ കാലാവധി കഴിയുമ്പോൾ ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയിലേക്ക് ഈ പെൻഷന് വേണ്ടി പണം ചെലവഴിച്ച സംസ്ഥാനമായി കേരളം മാറുന്നു. മാത്രവുമല്ല, രാജ്യത്തെ ഏറ്റവും ഉയർന്ന ക്ഷേമ പെൻഷൻ 60 വയസ്സിന് മുകളിലുള്ള മനുഷ്യരിലേക്ക്, വയോജനങ്ങളിലേക്ക് എത്തിക്കുന്ന സംസ്ഥാനമാണ്. അതും വീടുകളിൽ എത്തിക്കുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ, ആധുനിക സംവിധാനം, മികച്ച സംവിധാനമുള്ള രാജ്യത്തെ സംസ്ഥാനമായി കേരളം നിൽക്കുകയാണ്. ഒരു മാസത്തെ പോലും കുടിശ്ശികയില്ലാതെ ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ ഇപ്പോൾ ഒക്ടോബർ 27 വിതരണം ചെയ്യും എന്ന ഏറ്റവും പ്രധാനപ്പെട്ട, വളരെ സുപ്രധാനമായ ഒരു വിവരമാണ് നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അതാണിപ്പോൾ ഷീജ പങ്കുവച്ചത്.